കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോബിൻ്റെ പുസ്തകം 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ജീവനും കൃപയും നീ എനിക്ക് നൽകി, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന്. എൻ്റെ പ്രിയ ദൈവമക്കളെ, നാം യോബിനെക്കുറിച്ച് നമുക്കറിയാം. തനിക്ക് ഉണ്ടായിരുന്ന സകല സമ്പത്ത് ഒരു ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട, തൻ്റെ മക്കളെ നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ദൈവം തന്നെയും ഉത്തമനും സന്മാർഗനും ദോഷമിട്ട് അകലുന്നവനുമെന്ന് ദൈവം തന്നെ സാക്ഷി കൊടുത്ത ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ താൻ വീഴുന്നുപോയി. വീഴുന്നിടത്തുനിന്ന് തനിക്ക് സകലം പോലും അനങ്ങുവാനോ എണീക്കുവാനോ പറ്റാതെ താൻ ദൈവത്തോട് പറയാണ്, ജീവനും കൃപയും നീ എനിക്ക് നൽകിയെന്ന്. അപ്പോൾ സകലത് നഷ്ടപ്പെട്ടിട്ടും തനിക്ക് ജീവൻ നൽകി എന്ന് വളരെ തൃപ്തിയോട് ദൈവത്തോട് യോബ് പറയുകയാണ്. അടുത്ത് പറയാണ്, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കൃപ ഉണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും ഈ ലോകത്ത് ജീവിക്കുവാൻ പറ്റുമെന്ന് ഈ വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, നാം പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ എത്ര സൂക്ഷിച്ച് ജീവിച്ചിട്ടും വിഴുന്നുപോയ ചില സ്ഥലങ്ങളുണ്ട്. എണിക്കുവാൻ ഒന്ന് നോക്കിപ്പോയാൽ, ഒന്ന് സാമ്പത്തികത്തിലായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നല്ല സ്വഭാവത്തിൽ നിന്നായിരിക്കാം. എവിടെ നിന്നോ ചറുക്കി വിഴുന്നുപോയ ചില നിമിഷങ്ങൾ. പക്ഷെ എണിക്കുവാൻ പലപ്പോഴും നോക്കിയിട്ടും നമ്മളെ കൊണ്ട് സാധിക്കാതെ വീണ്ടും വീണ്ടും ഈ ചറുക്കുള്ള സ്ഥലത്ത് കാല് വെച്ചിട്ട് എണീക്കുവാൻ നോക്കിയാൽ വീണ്ടും വീണ്ടും ചറുക്കി വീഴുന്നത് പോലെ നാം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ചറുക്കി വീഴുന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ദൈവമക്കളോട് ഈ സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ യഹോവയെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മുഖത്ത് നോക്കി അവരോട് പറയണം, കർത്താവേ, ജീവനും കൃപയും നീ എനിക്ക് നൽകിയിരിക്കുന്നു. എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടും ജീവനും കൃപയും നീ എനിക്ക് നൽകി. അതുമട്ടുമല്ല, നിൻ്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്ന് നമുക്ക് പറയുവാൻ കഴിയുമെങ്കിൽ യോബുവിന് പിന്നത്തേൽ രട്ടിപ്പായിട്ട് അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ വലിയ കരം നമ്മയും അനുഗ്രഹിച്ച് വഴി നടത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, എത്ര സൂക്ഷിച്ച് ജീവിച്ചിട്ടും എത്ര നന്നായിരുന്നിട്ടും വീണ്ടും വീണ്ടും ജീവിതത്തിൽ വരുന്നു പോകുന്ന കഷ്ടതകൾ, കണ്ണുനീരുകൾ നിമിത്തം നിൻ്റെ മക്കൾ കർത്താവെ എണീക്കുവാൻ പോലും പറ്റാതെ വീണ്ടും വീണ്ടും വീഴുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിൻ്റെ മക്കളുടെ കണ്ണുനീരുകൾ ഈ ദിവസം കഴിഞ്ഞിട്ട് കർത്താവ് ഒരു മറുപടി കൊടുക്കുന്ന ദിവസങ്ങളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിഴുന്നു പോകാതെ, തളർന്നു പോകാതെ, ക്രിസ്തുവായ പാറമേൽ തന്നെ ഉറച്ച കാലടികൾ വെച്ച് ജീവിപ്പാൻ നിൻ്റെ മക്കൾക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.